അച്ഛാന്നൊന്ന് വിളി മോനെ, അച്ഛാന്ന് വിളി. വിളിക്ക് ഒന്ന്, അച്ഛാന്ന് വിളി. ഇനി ഇവിടെ കടന്ന് ഒറ്റ വെച്ചാ നിന്റെ അച്ഛനും ഞാൻ വിളിക്കും. അല്ല പിന്നെ കുറെ നേരം മനുഷ്യരെ ശല്യം ചെയ്യുന്നു. അൺകൾച്ചറൽ ഫെലോസ് ഓരോന്ന് വന്ന് കയറും. കൊച്ചിന് കൊടുക്കാനുള്ള പാവ. ഞാനല്ല പിന്നെ തന്നെ, ഇത് കരടിയോ? ആ മനുഷ്യനെ കിടന്നുറങ്ങുക. അല്ലേലും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കാണും ഇതുപോലെ ഒരു കാര്യമില്ല, ചുമ്മാ മൂടി പൊതിച്ചിടന്ന ഒരാള്. എന്തിനാന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ട്. അയ്യോ, ഇവരെ തലയെടുത്ത് തിരിച്ചു വെച്ചാലോ? അതെന്തിനാ? അല്ലെങ്കിൽ അവൻ ഈ ലേബർ റൂം വലിച്ചകത്ത് കയറ്റി. എനിക്ക് സംശയം ഉണ്ട് ഇതിന്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയല്ലേ വിളിച്ചെടുപ്പിക്കുന്നത്? 5 മിനിറ്റത്തേക്ക് ഒരു സമാധാനം കിട്ടും. എന്നാ കാട്ടാണോ താൻ കാണിച്ചത്? ഉറങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനാണോ ശല്യം ചെയ്യുന്നത്? തന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. താൻ ഭയങ്കര നോയ്സൻസ് ആണ് കേട്ടോ, ഭയങ്കര നോയ്സൻസ്. ചേട്ടയുടെ ആരെങ്കിലും ആണോ? അയ്യോ എന്റെ ആരുമല്ല. പിന്നെ താനെന്തിരീ മാമാട്ടിക്കുട്ടി അമ്മേനെ പോലെ പിണങ്ങണേ? ഞാനിവിടെ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ചേട്ടാ എന്നെ ഇവിടെ ഇവിടെ ഞാനിവിടെ തൊണ്ടെല്ലാം വന്നതാ. അല്ല നീ എന്നാത്തിന് ഇവിടെ വന്നത്? ചേട്ടാ വലിയ തൊണ്ട ഉണക്കാൻ വേണ്ടി വന്നതാ. എന്റെ അടുത്ത് ഡാഡി. അയ്യോ ഇല്ലില്ല, വെറും പ്രസവമല്ല, വെറും ഡെലിവറി അല്ല ഡാഡി. അല്ലല്ല, നമ്മുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ കറക്റ്റ് 12 മണിക്ക് സിസേറിയൻ ചെയ്താൽ പറ്റൂ. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ ഇങ്ങോട്ടെത്തും. ഓക്കെ, ഞാൻ ഡാഡിയെ വിളിച്ചോളാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ പൂരം പറഞ്ഞ കുഞ്ഞ് ജനിക്കും. ചേട്ടായി ചോദിക്കുന്നുണ്ടെന്നും തോന്നില്ലേ എന്നെ ഈ പൂരം? ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മുത്തച്ഛനായിരുന്നു പൂരം പറഞ്ഞ പുരുഷൻ. മുത്തച്ഛനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം മുത്തച്ഛൻ പൂരത്തിൽ പിറന്നുകൊണ്ടാണ്. മുത്തച്ഛന്റെ കാലത്തിന് ശേഷം ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഒരു ഉണ്ണി പിറന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് 12 മണിക്ക് ഒരു ഉണ്ണി പിറന്നിരിക്കണം. അതിന് ഡോക്ടറെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചേട്ടായി എനിക്കും കൂടി ഒരു പൂരത്തിനെടുത്ത് തരാമോ? ഇത് ലക്ഷങ്ങൾ കൊണ്ടുള്ള പരിപാടിയാ. നിന്നെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. കാശുള്ളവന് പൂരം, ഇല്ലാത്തവന് മൂലം. എന്റെ ഭാര്യയുടെ ആദ്യത്തെ സിസേറിയനാണ് നടക്കുന്നത്. എന്റെ ചേട്ടായി ഇങ്ങനെ കിടന്ന് പേടിക്കണ്ട. ജനിക്കാൻ പോണ കൊച്ചിനെ കുറിച്ചൊക്കെ തമ്പുരാന് വലിയ പ്ലാൻ ഉണ്ട്. ഉദാഹരണം എന്റെ കാര്യം. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ അമ്മ ആദ്യം ഓർത്തത് മീൻകറിയിൽ മിച്ചം വന്ന കൊടംപുളിയാന്ന്. പിന്നെ ഞാൻ കിടന്ന് കരഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് കൊടംപുളിയല്ല, ഇത് ഞാനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള എല്ലാ പ്ലാനും ദൈവം തമ്പുരാന്റെ ഉണ്ട് ചേട്ടായി. പിന്നെ അപ്പഴേ പറയല്ലേ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഞാനാണ് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഒരു കാര്യം ചെയ്യോ, പപ്പായും മമ്മിയും കൂടെ എനിക്ക് വേണ്ടി 2 റൗണ്ട് മാതാവിന്റെ ഫ്രണ്ടിൽ പോയിട്ട് 2 തന്മറിഞ്ഞ പറയുമല്ലോ. എനിക്കാണ് പേടിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം അകത്തെ കാര്യം ഓർത്തിട്ട് ടെൻഷനും ആവും. ചേട്ടാ ഇച്ചി നീങ്ങിയിരിക്കാം. ഏതോ പാവം പിടിച്ച ഭർത്താവാ കേട്ടോ. ഈശ്വരാ, ഇവനെ കൂടെ ഞാൻ സഹിക്കണമല്ലോ. ചേട്ടാ ചുമ്മാ ഇരിക്കണം. എന്തിനാ കരയണേ? എന്റെ പൊന്ന് ചേട്ടാ, ആദ്യത്തെ സിസേറിയനാ. എനിക്ക് സിസേറിയനാ. എന്റെ ചേട്ടാ, എന്റെ പപ്പാടെ ഒറ്റ നിർബന്ധം കാരണം ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇവന്റെ പപ്പയൊക്കെ സമ്മതിക്കണം ഇതിനൊക്കെ നിർബന്ധിക്കാനായിട്ട്. ചേട്ടാ അത് എന്റെ കാര്യം കേൾക്കണം. എന്റെ ഭാര്യ ഗർഭിണിയെന്ന് പറയാൻ ഞങ്ങളുടെ അമ്മയെടുത്ത് കുറെ ലഡുവാട്ടി അങ്ങ് ചെന്ന്, എന്നിട്ട് അതിൽ ഉണക്കമുന്തിരിക്ക് വെച്ചെറിഞ്ഞേ. അതെന്തിനാ? പിന്നെ 5 പിള്ളേരൊക്കെ ഒരു അലങ്കാരല്ലേ? ഇത് അലങ്കാരമല്ല, ഇത് നിന്റെ അഹങ്കാരം. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. ദൈവം തമ്പുരാൻ തന്നതാ. എന്തിനാണ് ഓരോന്ന് ഒപ്പിച്ചു വെച്ചത് ദൈവത്തിന്റെ തലയിലോട്ട് കൊട്ടുന്നത്? അങ്ങനെയല്ലത് ചേട്ടാ. എന്റെ 1ാമത്തെ കൊച്ചിന്റെ പേര് അജീഷ്, 2ാമത്തെ കൊച്ചിന്റെ പേര് പ്രജീഷ്, 3ാമത്തെ കുട്ടിയുടെ പേര് സനീഷ്, 4ാമത്തെ കൊച്ചിന് എന്റെ അച്ഛനാ പേരിട്ടത്. എന്നാ പേരിട്ടത്? ഫിനിഷ്. എന്നാ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് ഞാൻ പേരിടാം. ടു ബി കണ്ടിന്യൂ. പറയാ എന്റെ പൊന്നേട്ടാ, ഞാനിവിടെ ടെൻഷൻ അടിച്ച് വന്നിരിക്കുക. ഒരു മോട്ടിവേഷൻ തരാമോ? മോട്ടിവേഷൻ വെച്ചെടുക്കാം. ഞാൻ ആരാടാ തേളോ? അതല്ല ചേട്ടാ, ഒരു മോട്ടിവേഷൻ തരാം. ഇങ്ങനെ കിടന്ന് പേടിക്കല്ലേ? പേടിക്കത്തില്ല. ഉദാഹരണം ജനിക്കാൻ പോണ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്ലാൻ ദൈവം തമ്പുരാന്റെ ഉണ്ട്. എന്റെ അമ്മ എന്റെ ദൈവമേ, ഒന്നുമില്ല, ഒരു കുടംപുളിയുടെ കേസ് കേട്ടോ. എന്റെ പൊന്നേട്ടാ പ്ലീസ്, ഒരു മോട്ടിവേഷൻ. ആരെങ്കിലും ഒരാളൊന്ന് ചുമ്മാ ഇരിക്കണോ? അകത്ത് കിടക്കുന്ന തന്റെ ഭാര്യക്കല്ലേ ഇരുത്താൻ ടെൻഷൻ? ആരുടെ ഭാര്യ? തന്റെ ഭാര്യ. എന്റെ ഭാര്യ അകത്ത് കിടപ്പില്ല. പിന്നെ താനാരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഞാനല്ലേ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന അസിസ്റ്റന്റ് സർജൻ. ഏതോ ഒരു തെണ്ടി ഞങ്ങളുടെ MD വിളിച്ചു പറഞ്ഞ് അവൻ ഇന്ന് പൂരാട നഷ്ടത്തിൽ സിസേറിയൻ നടത്തണമെന്ന്. അതിനുവേണ്ടി മാത്രം എന്നോട് പിടിച്ചുകൊണ്ട് നിർത്തിയേക്കുന്നത്. ആരാ തെണ്ടി എന്ന് അറിയുവാണെങ്കിൽ ചേട്ടാ അറിയാൻ എന്നോട് പറഞ്ഞതാ. സകലമാന ബഹുമാനത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ആ തെണ്ടി ഞാനാ.
എന്തിന് എന്നോട് ഈ അല്ല ചതിക്കല? കാശിന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർജ, ഈ നിങ്ങളുടെ കൂട്ടത്തിൽ തലമൂർത്ത സർജൻ ആരും ഇല്ലേ? ഉണ്ട്, ഉണ്ടല്ലേ? ഞങ്ങളുടെ വലിയ സർജൻ ഉണ്ട്. അയ്യോ എടാ, നമ്മൾ വലിയ സർജൻ ഉണ്ട്. എന്നിട്ട് പുള്ളി എന്തിയേ? പുള്ളിക്ക് ഈ രാത്രി അന്തിക്കുരുടായ കണ്ണിലെ തുള്ളിമരുന്ന് ഒഴിക്കാൻ എന്റെ പൊന്നിയേട്ടന്മാരെ, 7 കൊല്ലം MBBS പഠിച്ചൊരു ഡോക്ടറാണ് ഞാൻ നേരെ അകത്തേക്ക് പോകുന്നു, ഒരു പരീക്ഷണം നടത്തുന്നു, തിരിച്ചു വരുന്നു. ടെൻഷൻ കൊണ്ട് പറഞ്ഞ അകത്ത് പോകുന്നു, ഒരു ഓപ്പറേഷൻ നടത്തുന്നു, തിരിച്ചു വരുന്നു. ഡോക്ടറെ ഒരു മിനിറ്റ് വന്നേ. എന്താ ഇത് മലയാറ്റൂരിൽ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന പൊന്നും കുരിച്ച ഇതെന്റെ ഭാര്യയുടെ കൈ വെച്ച് കൊടുക്കണം. എന്തിനാ? ഇനി അവളെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ അകത്ത്. അതെ, വിരോധമില്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു തരുമോ? ഹാപ്പി വിഷു. ചേട്ടായി, ഞാൻ കണ്ണൻ അങ്ങ് ഹൈ റേഞ്ചിൽ നിന്ന് വരുവാ. എടാ, ഇതൊക്കെ എന്തിനാടാ ചെറുക്ക എന്നോട് നീ പറയുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഹായ് കണ്ണ, ഗ്ലാഡ് ടു മീറ്റ് യു. സുഖമാണോ? എന്നെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ചമ്മീന്ന് വെറുതെ അവര് വിചാരിക്കും. ചേട്ടായുടെ വീട് എവിടെയാ? കല്ലിമൺസിലാണോ നിൽക്കുന്നത്? അതിനങ്ങനെ പറഞ്ഞേ? ഫ്ലൈറ്റിലാന്ന് പറഞ്ഞു. ഓ എടാ മറ്റവനെ, എടാ നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത്? എടാ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക. അമേരിക്ക? അതെ. കുട്ടവളുടെ ഭർത്താവ് കുട്ടമണിയോ? കുഞ്ഞുമണി. പ്രസന്റ് സാർ, പ്രസന്റ്. അങ്ങനെ പറയാൻ പാടില്ല. അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണോ? സിറിഞ്ച് വേണോ? എന്നാ വേണ്ടേ? അതൊന്നുമല്ല. എന്നാ വേണ്ടേ? 2 മസാല ദോശ. അണ്ടേ, ഈ മസാല ദോശ എന്നെ എടുക്കാനാ? എന്റെ ഭാര്യക്ക് തിന്നെ. ഒന്ന് എന്റെ ഭാര്യക്ക്, ഒന്ന് ഇതാർക്കാ? ഒന്ന് എനിക്ക്. തനിക്ക് തിന്നാത്തിനാണോ? നിന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് എനിക്ക് കൊതി വരത്തില്ലേ? എനിക്ക് തിന്നണം. രസായിരിക്കും. സിസ്റ്റർ, ആ 8ന്റെ സ്പാൻഡർ മേടിച്ചു പോയല്ലോ. ടെൻഷൻ, നേരത്തെ ടെൻഷന്റെ ഹാങ് ഒരു കുഴപ്പമില്ല. രസായിരിക്കും. ചിട്ടി വെച്ച കാശും കൊണ്ട് പ്രസവിക്കുന്നത് എന്നാ പറയാനാന്ന് പറ. ചേട്ടായിയെ, ചില്ലറ ഉണ്ടോ? 100 രൂപ. പോടാ അവിടുന്ന്. നിനക്ക് പൈസ തരാൻ ഞാനാരാ? നിന്റെ ചേട്ടായോ അല്ല അച്ചാച്ചനോ? പോടാ അവിടുന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. തലതല്ലി പറിക്കട്ടെ ഞാൻ. ഇതിപ്പോ നമ്മളത് അവിടെ ഇപ്പൊ നല്ല മഴയൊന്നും ഇല്ലെന്ന്. അത് അമ്മച്ചിയുടെ വീട്ടില് ഭയങ്കര മഴയും കാറ്റിലും. അല്ല, നീ ഇതാരോടാ സംസാരിക്കും? ഇവിടെ ഇരിക്കുന്ന പല്ലിയോട്. പല്ലി നിന്റെ അച്ഛനൊന്നും അല്ലടാ. വന്നപ്പോ നീ തുടങ്ങിയതാ. നിന്നോട് മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. നിന്നെ ഒരു കൊച്ചു TV ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചു TV? സാധനം. അയ്യോ, അത് ലാപ്ടോപ്പ്. എനിക്ക് പിന്നെ ഓർഡിക്കാന് 6 മണി തൊട്ട് ഞാനിവിടെ പോസ്റ്റ് അല്ലടാ. നിനക്കൊന്ന് സംസാരിക്കാൻ പാടില്ലടാ. ഒന്ന് സംസാരിക്കാൻ പാടില്ല. പിന്നെ എടാ, ഇങ്ങനെയൊക്കെ സംസാരിച്ചടാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മഴ പോലത്തെ ഉരുളുപൊട്ടം ആണ്ട കേറി വന്നു. ഗീതയുടെ ഭർത്താവ് ആരാ? ഗീതയുടെ ഭർത്താവ് ഞാനാ. നിങ്ങളാണോ? Oh my God! എന്നാ പറ്റി? അയ്യോ, ഒന്നും പറ്റിയില്ല. നിങ്ങൾ ഉണ്ടോന്ന് അറിയാണ്ട് വെറുതെ ചോദിച്ചാ. എന്റെ ഭാര്യ സീരിയസ് ആയിട്ട് നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ബ്ലഡ് കിട്ടണം. എത്ര ഇത് വേണം? ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അയ്യോ, ഓ പോസിറ്റീവ് വേണ്ടല്ലേ? ഞാൻ കൊടുത്താൽ മതിയോ? തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റെ ഓ നെഗറ്റീവാ. ഓ നെഗറ്റീവ് അങ്ങനെ ശരിയാ. ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അത് ശരിയാവും. നടുക്കൂടെ ഒരു വരയിട്ടാ പോരെ? രസായിരിക്കും, പക്ഷെ അത് ഇവിടെ വേണ്ട. ഇപ്പൊ ഞാൻ ബ്ലഡ് ഞാൻ എവിടെ പോയി ഒപ്പിക്കുന്നത്? എന്റെ ഓ പോസിറ്റീവ് ആണ്. പുള്ളിയുടെ ഓപ്പോസിറ്റീവ് ആണ്. അവന്റെ ബ്ലഡ് കിട്ടിയേ രസായിരിക്കും. ഈ രസായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനും ഞാൻ തമ്മിൽ ഉറക്കാം. അതെനിക്കറിയേണ്ട കാര്യമില്ല. നിന്റെ പെണ്ണുമ്പിളക്കാണ് ചോരാവശ്യം. പോയി ചോദിക്കേ. എന്റെ ദൈവം, ഒരു കാര്യം. ഹലോ കണ്ണാ. കണ്ണല്ല, കുഞ്ഞമ്പാപ്പ. കൊതുകിന് കൊടുത്താലും നിനക്ക് ഞാൻ തരത്തില്ലടാ. കൊതുകിന് കൊടുത്താലും കടിച്ചോ. ഈ ജില്ലയിലുള്ള സകല കൊതുകും കടിച്ചോ, നിനക്ക് തരത്തില്ലടാ. അല്ല, ഞാൻ നീ ഒന്നും പറയണ്ട. എടാ, നിന്നോടൊന്നും മിണ്ടാമെന്നപ്പോ നീ മിണ്ടാമെന്നോ? എടാ, ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാണ് ലോകം ഉണ്ടാകുന്നത്. എടാ, അങ്ങനെയാടാ ഈ കാണുന്ന ലോകം വളർന്നേക്കണം. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമേരിക്കയിൽ യുണൈറ്റഡ് കിങ്ഡം. ഞാനൊരു അവിടെ ടെൻഷൻ ബിസിനസിന്റെ എല്ലാം കൊണ്ട് പ്രശ്നമുണ്ട്. എന്നോടൊരു സോറി പറ. സോറി. എന്നോട് മിണ്ടുവോ? നിന്നോ മിണ്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് 2 പേർക്ക് ഓപ്പോസിറ്റീവ് തപ്പാം. അയ്യോ, അപ്പൊ നിന്റെ ബ്ലഡ് എന്താ? എന്റെ AB പോസിറ്റീവ്. നിന്നോട് ഞാൻ ഇത്രയും നേരം കെഞ്ചിക്കൊണ്ടിരുന്നല്ലടാ. അപ്പൊ നീ എന്നെ വട്ട് കളിപ്പിക്കാനായിട്ട് നിന്റെ പോരാറുണ്ട്. ഞാൻ തനി ചന്തയാണ്. USA കിണ്ടുവാക്കാൻ അങ്ങ് മറ്റടുത്ത്. നീ എന്തിനാടാ പിന്നെ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത്? ചേട്ടായോട് കൂട്ടുകൂടാൻ. കൂട്ടുകൂടാനോ? കൂട്ടുകൂടാൻ ഞാൻ എന്ത് ചെയ്യാനടാ? പൂമ്പാറ്റല്ലേ, അപ്പും തൊപ്പുവാണോടാ? എന്തിനാ ഊർക്കം വലിക്കുന്ന? അപ്പൊ കുറെ നേരമായി എനിക്ക്. അതെ മിസ്റ്റർ, ഗീതയുടെ ഭർത്താവ് ചത്തുപോയി. അതെ, നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കല്ലേ. എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ട ബ്ലഡ് കിട്ടുമോ? അയക്കടാ. അതെ, ഞാൻ കണ്ണനായിരുന്നേ. നാളെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് 1 കിലോ ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണമായിരുന്നു. 1 കിലോയോ?
ഒരു കുപ്പിയിൽ ഓപ്പോസിറ്റ് ഒരു മൊന്തയിലോ അതൊക്കെ വിളിച്ചു പറയുന്നത്. എന്തോരാണ് വേണ്ടേ? 2 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ്. 2 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ് വേണമായിരുന്നു. പെട്ടെന്ന് കൊണ്ടുപോ കേട്ടോ. തരാന്ന്. സന്തോഷായോ? കണ്ടാ എന്നോട് പറയണ്ടേ ബുദ്ധിമുട്ട്. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. ഡോക്ടറെ പോലെ എന്തോ പോലെ ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ ഒരു റിക്വസ്റ്റ് ആണ്. പറഞ്ഞോ. എന്റെ ഭാര്യ പ്രസവിച്ചെന്ന് ഒരു കാരണം വെച്ചാലും അവൾ അറിയരുത്. അതെന്തിനാ? എനിക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാ. സർപ്രൈസ് കൊടുക്കണം. ഒരു കാരണം വെച്ചാലും സിസേറിയൻ ചെയ്യുമ്പോ എന്റെ ഭാര്യക്ക് വേദനിക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ മയക്കിക്കോളാം. അവളെ മയക്കരുത്. അതിനാ അവള് കൂടെ ഇറങ്ങി വരും. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും മയക്കരുത് ഡോക്ടറെ. എന്റെ ഡിഫറെന്റ് ആയ ഭാര്യ. അയ്യോ അതൊക്കെ തന്നെ ആയിരിക്കും. പൊക്കോ. ചേട്ടായിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ചേട്ടായി താറ്റിയ ഞാനല്ലേ ചേട്ടായി സഹായിക്കാൻ. എനിക്ക് ചേട്ടായുടെ അത്ര വിദ്യാഭ്യാസം പൈസ ഒന്നുമില്ല. ഞാൻ ചേട്ടനെ സഹായിച്ചോ. ചേട്ടായിക്ക് ഞാൻ കരിയാപ്പിലല്ലായിരുന്നു ചേട്ടായി. വെറും കരിയാപ്പിലല്ല, ഉള്ളിവടയിലെ കരിയാപ്പില. ഞാനാ ചേട്ടനെ സഹായിച്ചത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഉരുള് പൊട്ടുന്ന സമയത്ത് നമ്മളും നമ്മുടെ കൂട്ടുകാരന്മാരും എന്റെ പൊന്നു ചേട്ടായിയെ എന്തോരം പേരെങ്ങനെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാത്തിലും. 10ാം ക്ലാസ്സിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടായിയെ ഒരുപാട് കാര്യം പറയാനുണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മുടെ ഹൈ റേഞ്ചിൽ പൂത്രിക്കോണം എന്ന് പറഞ്ഞ ഒരു പുഴയുണ്ട്. ചേട്ടായിയെ പൂത്രിക്കോണം പുഴ ചേട്ടായി കണ്ടിട്ടുണ്ടോ? കണ്ണീര് പോലത്തെ വെള്ള. ഈ പൂത്രിക്കോണം വെള്ളത്തിന്റെ അവിടെ എന്റെ പൊന്നു ചേട്ടായിയെ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടോ. ഈ പുളിമരത്തിന് ചേട്ടായി ഇങ്ങനെ 8 കണക്കുള്ള പുളി. ആ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബ്ലിങ് വീഴുമ്പോൾ ഞങ്ങൾ കൊട്ടയെ വാരിക്കൊണ്ട് പോകും. എന്റെ പൊന്നു ചേട്ടായി അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് ഒരു ദിവസം വരുമ്പോ ചേട്ടായിയെ ഞങ്ങൾ വലിയൊരു കുളിസീ കണ്ട്. ദൈവത്തെ ഓർത്ത് നീ ആ ഫോണിൽ അയച്ച ബ്ലഡിന്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാവോ? അതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തത്. എന്റെ ഭാര്യക്ക് ബ്ലഡ് വേണ്ട, മഞ്ചാടിക്കുരു വരച്ച് ഞാൻ അവളുടെ കൈ വെച്ച് കൊടുത്തോളാം. എന്നാലും നിന്റെ ബ്ലഡിന് അവൾക്ക് വേണ്ട. എക്സ്ക്യൂസ് മീ, ആർക്കാണ് പൂരത്തിന് ആനയെ വേണ്ടത്? അല്ല, അപ്പൊ പൂരം നടത്താല്ലേ എന്നെ വിളിച്ചു? പൂരം നടത്താൻ നീ ആരാ? ജഗന്നാഥനോ? അപ്പൊ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയേ? എന്റെടാ പൂരത്തിൽ പറഞ്ഞൊരു കുഞ്ഞിനെ വേണം. അയ്യോ അതിനായിരുന്നു. എന്റെ പൊന്നോ ചേർന്ന് മറന്നു. വന്നവര് പോയവര് നിന്നവരല്ല പ്രാതമാരി. മിസ്റ്റർ ഹൈറേഞ്ച്, എന്തോ നിങ്ങളോട് വന്നപ്പോഴും ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്നാ ഡോക്ടറെ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ആ ചേട്ടായിയെ ഡോക്ടറെ ഞാൻ പറയല്ല. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം. ചെറുപ്പം മുതലേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരുപാട്. 10ാം ക്ലാസ്സിൽ കരപ്പം വന്നുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ആർക്കോ അച്ഛന് കാച്ചിലിന്റെ പരിപാടിയാണ്. ചാച്ചാനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൃഷിപ്പണിക്കറിയും. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് പെണ്ണിനെ കിട്ടാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ കുഞ്ഞുമണിയെ കണ്ട്. അവൻ പോയി തമ്മി പോയല്ലേ ചെറുതായിട്ട്. നീ എങ്കിലും അണ്ണാക്കി നാക്കിട്ടിട്ട് മിണ്ടാതിരിക്കും. കുറെ നേരമായി അയക്കുന്നു. കണ്ണീര് വന്ന് ഈ പീളെ നിൽക്കുക. അതുകൊണ്ട് ബാക്കി കഥ കേൾക്കാൻ ചക്കരു വാപ്പ പൊന്നാച്ചോ. അച്ഛനെ ഇപ്പൊ കാണിച്ചില്ല മാമൻ, അച്ഛനെ ഇപ്പൊ കാണിച്ചില്ല. ഇങ്ങോട്ട് വന്നേ. കൺഗ്രാറ്റുലേഷൻസ്. പിടിച്ചോ. പൂരത്തിൽ പറഞ്ഞ പോൾസൺ. പൂരത്തിൽ പറഞ്ഞ പുരുഷൻ. ഏട്ടായി രാവിലെ മുതൽ ഈ പുരുഷന്റെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പൊ ഇതാണല്ലേ പൂരത്തിൽ പറഞ്ഞ പുരുഷൻ? പൂരം എന്ന് പറയേണ്ട കയ്യിൽ PP ഒന്നും ഇല്ലല്ലോ. ഇല്ലടാ, ജനിച്ചു വീണ കുഞ്ഞു ബെഞ്ചാമരായിട്ട് വരും. ഒരു കാര്യം പറയാം, ഭാര്യ കുഞ്ഞുമണി വളരെ ഹാപ്പിയാണ്. ഭാര്യ കുഞ്ഞുമണി? അയ്യോ, എന്റെ ഭാര്യയുടെ പേര് കുഞ്ഞുമണി എന്നല്ല. കുഞ്ഞുമണി എന്നല്ലേ? അല്ല, എന്റെ ഭാര്യയുടെ പേര് ഗീത എന്നാ. ഡോക്ടർ, എന്റെ ഭാര്യയുടെ പേരാണ് കുഞ്ഞുമണി. നിങ്ങളുടെയാ കുഞ്ഞുമണി? ആ പൂരത്തിനെ അങ്ങോട്ട് മേടിച്ച് എനിക്ക് കിട്ടിയോ പൂരം പറഞ്ഞ പുരുഷൻ? അച്ഛൻ്റെ ആങ്ങൾ പൊച്ചോ എന്നാ പറയും. അപ്പൊ എന്റെ പൂരം ഏകദേശം സമയം ഒരു 12:40 നമുക്ക് പുതിയൊരു അവിട്ടം എടുത്ത ചേട്ടായിയേ, പൂരം പറഞ്ഞ പുരുഷൻ എങ്ങനെയുണ്ട്? രസമായിട്ടുണ്ട്.